ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മേക്ക് ഓവർ വ്ളോഗാണ് കേട്ടോ. ഈ ഒരു മേക്ക് ഓവർ ചെയ്തിട്ട് നമ്മൾ ഒരു മാസം കഴിഞ്ഞു. പക്ഷേ ഈ വീഡിയോസ് എൻ്റെ നിന്ന് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തപ്പി തപ്പി നോക്കിയിട്ട് അവസാനം ഇപ്പോഴാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേഷ്യൽ ചെയ്ത് കറക്റ്റ് ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാനും അമ്മയും കൂടെയാണ് പോയത്. ആദ്യം നമ്മൾ ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഐബ്രോസ് ത്രെഡിങ്. ഈ ചേച്ചി നല്ല അടിപൊളിയായിട്ട് ത്രെഡ് ചെയ്ത് തരും കേട്ടോ. വേറെ ചില പാർലറിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ എക്സ്ട്രാസ് മാത്രം എടുക്കാൻ പറഞ്ഞാൽ അവർ എടുത്തെടുത്ത് അവസാനം മറ്റേ ചെറിയ കുട്ടികൾക്ക് നമ്മൾ വരച്ചു കൊടുക്കില്ലേ ഗൈസ്, അതുപോലെ ആക്കി തരും. പക്ഷേ ഈ ചേച്ചി അങ്ങനെയല്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമ്മൾ പറഞ്ഞ പോലെ എക്സ്ട്രാസ് മാത്രം എടുത്തിട്ട് നമ്മുടെ ഐബ്രോസിന്റെ തിക്നെസ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഞാനും മമ്മിയും ആദ്യം ഐബ്രോസ് ചെയ്തു, പിന്നെ അമ്മയ്ക്ക് ഫേഷ്യൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഫേഷ്യൽ ഒന്നും ചെയ്തില്ല, കാരണം എൻ്റെ ഫേസ് ഭയങ്കര സെൻസിറ്റീവ് ആണ്. എന്തെങ്കിലും ഒന്ന് ഫേസിൽ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ അതിന്റെ റിയാക്ഷൻ കാണാൻ പറ്റും കേട്ടോ. അത് കാരണം ഞാൻ ഇങ്ങനത്തെ റിസ്കിനൊന്നും മുതിരാറില്ല. അപ്പം അമ്മയ്ക്ക് നമ്മളിവിടെ ചെയ്തത് ഒരു ഗ്ലോ അപ്പ് ഫേഷ്യൽ ആണ്. ഇത് വന്നിട്ട് ഒരു 6 സ്റ്റെപ്പ് പ്രോസസ് ആണ്. അതായത് ക്ലെൻസിങ്, എക്സ്ഫോളിയേറ്റിംഗ്, സ്റ്റീമിംഗ്, മസാജിങ്, മാസ്കിംഗ് ആൻഡ് മോയ്സ്ചറൈസിംഗ്. അപ്പം നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ക്ലെൻസിങ്ങിനായിട്ട് അലോവേറ ജെല്ലാണ് യൂസ് ചെയ്തത്. ഞാൻ ആദ്യം ക്ലിപ്പിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്ലേറ്റിൽ 6 സ്പൂൺസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ 6 സ്പൂൺസിലും വേണ്ട ക്രീംസ് ഒക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ക്രീമായിട്ട് എടുത്തെടുത്ത് യൂസ് ചെയ്തിട്ടായിരുന്നു നമ്മുടെ പ്രൊസീജിയർ ചെയ്തത്. എൻ്റെ അടുത്ത് കുറേ ആയിട്ട് ഒരു കുട്ടി വീട്ടിൽ എങ്ങനെ ഫേഷ്യൽ ചെയ്യുക അതിൻ്റെ ഒരു വീഡിയോ ഇടാമോ എന്ന് കുറേ ആയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ സത്യം പറയാമല്ലോ, എനിക്ക് അതിനുള്ള ടൈം കിട്ടാണ്ടാണ്. എൻ്റെ ഉണ്ട് സത്യം പറഞ്ഞ ഒരു ഗോൾഡ് ഫേഷ്യൽ കിറ്റ് ഉണ്ട്, നല്ല അടിപൊളി കിറ്റുമാണ്. അങ്ങനെ അമ്മ ഇരുത്തിയിട്ട് വേണം എനിക്ക് ചെയ്യാൻ. അപ്പോൾ അതിന് സത്യം പറഞ്ഞാൽ ടൈം കിട്ടാണ്ട് കേട്ടോ. ഒന്നുമില്ലെങ്കിൽ അമ്മ ബിസി ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വർക്കിൽ ബിസി ആയിരിക്കും. അങ്ങനെ എല്ലാം കൂടെ ഒത്തു വന്നിട്ടൊരു സമയം നമുക്ക് സത്യം പറഞ്ഞാൽ കിട്ടുന്നില്ല. പക്ഷെ ഞാൻ സൂൺ ഇടുന്നതായിരിക്കും. അപ്പോൾ ആ കുട്ടി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തൽക്കാലം ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഞാൻ ഉടനെ തന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അമ്മയുടെ ഫേസിലാണെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് ഒട്ടും തന്നെ ഇല്ല കേട്ടോ. ആ ചേച്ചി പറയുന്നുണ്ടായിരുന്നു ഓരോ ആൾക്കാർക്ക് നിറച്ചുണ്ടാവും. എനിക്ക് നേരെ ഓപ്പോസിറ്റ് ആണ്. എനിക്ക് കൂടുതലായിട്ട് മൂക്കിൽ, അതായത് നമ്മുടെ നോസ് ബ്രിഡ്ജ്, അതുപോലെ മൂക്കുത്തി ഇടുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എൻ്റെ റൈറ്റ് സൈഡിൽ ഈ സൈഡിലായിട്ട് കുറച്ച് കൂടുതൽ എപ്പോഴും ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാവാറുണ്ട് കേട്ടോ. അത് കാരണം തന്നെ ഞാൻ എപ്പോഴും എക്സ്ഫോളിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെ എക്സ്ഫോളിയേറ്റ് ചെയ്യണത് നല്ലതല്ല. പക്ഷെ ഞാൻ 1 in 2 days എപ്പോഴും ചെയ്യാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് എനിക്ക് ചിൻ, താടി ഏരിയയിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ. താടിയിൽ വന്നിട്ട് എനിക്ക് വൈറ്റ് ഹെഡ്സ് ആണ് ഉണ്ടാവാറ്. പക്ഷെ മൂക്കിൽ വന്നിട്ട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും മിക്സ് ആയിട്ടാണ് ഉണ്ടാവാറ്. ഈ ഫേഷ്യൽ ചെയ്യുന്നതൊക്കെ സുഖമാണ്, പക്ഷെ ഇടയ്ക്ക് പണി പാളാറുണ്ട്. അതായത് അമ്മയ്ക്ക് ഇപ്പം സംഭവിച്ചു കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ കണ്ണിൻ്റെ അവിടെ ചേച്ചി ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് മസാജ് ചെയ്യുമ്പം ആ ക്രീം എന്തായാലും കുറച്ച് ഉള്ളിൽ പോവും. നമ്മൾ എത്ര കണ്ണടച്ചിരുന്നാലും കുറച്ച് ഉള്ളിൽ പോവും. അങ്ങനെ അമ്മയ്ക്ക് ജസ്റ്റ് ഈ ഒരു ക്ലിപ്പ് എടുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് കണ്ണെരിയാൻ തുടങ്ങി കേട്ടോ. പിന്നെ അമ്മ ഒന്ന് കണ്ണ് ടിഷ്യൂ ഒക്കെ വെച്ച് തുടച്ച് സെറ്റ് ചെയ്തിട്ടാണ് വീണ്ടും കിടന്നത്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഈ മസാജിങ് എന്ന് പറയുന്നത് പൊതുവെ സുഖമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ കുറച്ച് നേരം നമ്മൾ പോലും അറിയാതെ ഉറങ്ങിപ്പോവും. സ്പെഷ്യലി നമ്മൾ ഭയങ്കര ടയേർഡായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇത് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേക സുഖം കിട്ടാറുണ്ടല്ലേ. ഈ ഫേഷ്യൽ വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കുറേ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഞാൻ പൊതുവെ അങ്ങനെയാണ് കേട്ടോ. ഞാനിങ്ങനെ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നത് എന്തെങ്കിലും കാണുകയാണെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കും. കാരണം എനിക്കെന്തോ എൻ്റെ ഫേസിൽ ചെയ്യുന്ന പോലെ തോന്നാറുണ്ട്. കാരണം എനിക്കത് കണ്ട് കണ്ട് ഉറക്കം വരാറുണ്ട് കേട്ടോ. ഹെഡ് മസാജ്, ഫേഷ്യൽ മസാജ്, ബോഡി മസാജ്, അങ്ങനത്തെയൊക്കെ വീഡിയോസ് ഞാൻ കണ്ടു കഴിഞ്ഞാൽ അതങ്ങനെ തീരുന്നവരെ കാണാറുണ്ട്. ഈ ചേച്ചി നല്ല അടിപൊളിയായിട്ട് മസാജ് ചെയ്തു കേട്ടോ. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. ഏതാണ്ട് ഒരു 3/4 മണിക്കൂറോളം നമ്മുടെ മുഖത്ത് ഫുൾ പണിയായിരുന്നു. അമ്മയും കുറച്ച് നേരം ഒന്നും അറിഞ്ഞില്ല, നല്ല സുഖമായിട്ട് ഉറങ്ങിട്ടോ. അങ്ങനെ അമ്മയുടെ കഴിഞ്ഞതിന് ശേഷം 2-3 ക്ലയൻസ് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക്. ഈ ചേച്ചിക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ആള് ബ്രൈഡൽ മേക്കപ്പിന് എല്ലാം പോവാറുണ്ട്. അപ്പം നമ്മൾ നേരത്തെ തന്നെ വിളിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വേണം പോകാൻ കേട്ടോ. നമുക്ക് സൺഡേ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു, 3 മണിക്കായിരുന്നു നമുക്ക് അപ്പോയിൻമെന്റ് കിട്ടിയത്. പക്ഷെ ആ സമയത്ത് ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു. നമുക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ചേച്ചി വരില്ലേ എന്ന്. പക്ഷെ എന്തോ നമുക്ക് വേണ്ടി വന്നു കേട്ടോ. അങ്ങനെ അമ്മയുടെ ചെയ്ത് ഓൾമോസ്റ്റ് തീരാറാവുമ്പോഴേക്കും വേറെ 2 പേര് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്കും ഫേഷ്യലും ഉണ്ടായിരുന്നു, ത്രെഡിങ്ങും ഉണ്ടായിരുന്നു. അപ്പൊ അമ്മയുടെ ഫേഷ്യലിന്റെ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എത്തിയിരിക്കുകയാണ്. അതായത് മാസ്കിങ്. ഇങ്ങനെ കണ്ണിൽ കോട്ടൺ വെച്ചിട്ട് കുറച്ച് നേരം അതൊന്ന് ഡ്രൈ ആവണ വരെ റെസ്റ്റ് ചെയ്യണം. അതിനുശേഷം ചേച്ചി ഇങ്ങനെ വൈപ്പ് ഓഫ് ചെയ്തു. പിന്നെ നമ്മൾ പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ ഇടണം. അപ്പൊ ഇപ്പൊ തന്നെ നമ്മുടെ മുഖത്ത് നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ കാണാൻ പറ്റുന്നുണ്ടാവും. വന്നപ്പോൾ പോലെയല്ല, കുറച്ചുകൂടെ ഫേസ് ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.